നമസ്കാരം, അൻജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അൻജാസ് ടീച്ചിങ് ആസ്പിരൻസിലെ മിടുക്കരായ കുട്ടികളുടെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് കേൾക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് ക്ഷണിക്കാം. ആദ്യം റിൻഷ ടീച്ചറെ പറഞ്ഞോളൂ. വീഡിയോ ഒന്ന് ഓൺ ചെയ്യണേ. കാണാം, കേൾക്കാം. അപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിലാണ് എക്സാം എഴുതിയത്. പക്ഷെ എനിക്ക് ഇന്റർവ്യൂ വന്നത് കാസർഗോഡ് ജില്ലയിലായിരുന്നു. അന്ന് 9:30 അവിടെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ 5ാമത്തെ ആളായിട്ടായിരുന്നു കയറിയത്. അപ്പോൾ പെർമിഷനൊക്കെ ചോദിച്ച് ഞാൻ കയറി. അവിടെ മെയിനായിട്ട് ഒരു ഓഫീസറും പിന്നെ വേറൊരു ഓഫീസറും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരാദ്യം തന്നെ റിൻഷയാണല്ലേ, എവിടെയാ വീട്, ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ ബയോഡാറ്റ എടുത്തിട്ട് ജസ്റ്റ് എല്ലാം ഓടിച്ച് നോക്കി, എല്ലാം അങ്ങനെ ജസ്റ്റ് ടിക്ക് ചെയ്ത് പോയി. വേറെ ഉപ്പ മാഷാണല്ലേ, മാത്സ് ആണ്, അങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. വേറെ അത് ബയോഡാറ്റ അവിടെ മാറ്റി വെച്ചു. പിന്നെ ബയോഡാറ്റയിൽ നിന്ന് എന്നോട് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഷഹബാസിന്റെ ഒക്കെ ആ ഒരു ഇഷ്യൂ നടക്കണ ആ ഒരു ടൈമിലായിരുന്നു ഇന്റർവ്യൂ. അതുകൊണ്ട് പിന്നീട് ക്വസ്റ്റ്യൻസ് പോയത് ആ റൂട്ടിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തൊക്കെയാണ് ഇന്ന് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിന്റെ തലേന്നത്തെ പത്രത്തിൽ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരുപാട് ഇങ്ങനെ കൊലപാതകങ്ങൾ നടന്ന ന്യൂസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വായിച്ചുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് റാഗിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ അഫാന്റെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങോട്ട് എനിക്കത് അഫാന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ഞാൻ ചേർത്തിട്ട് പറഞ്ഞു. പിന്നെ അപ്പോൾ അത് ചോദിച്ചതിന് ശേഷം പിന്നെ ഒരു കുട്ടി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ കുറച്ച് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇന്നത്തെ പാഠ്യപദ്ധതിന്റെ പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് പിന്നീട് സാർ പറഞ്ഞത്. അപ്പോ ഇന്നത്തെ പാഠ്യപദ്ധതി പഴയതാണ്. അപ്പോ അതുകൊണ്ട് അത് ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു കാരണം കൊണ്ടാണോ കുട്ടികൾക്ക് ആ ഒരു രീതിയിലായിരുന്നു ചോദിച്ചത്. അപ്പോ അതിനോട് റിൻഷയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാഠ്യപദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നും പറയുന്നുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് എത്തേണ്ട രൂപത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത എന്ന രൂപത്തിൽ പറഞ്ഞു. അതിൽ തന്നെ ടീച്ചറിന്റെ ക്ലാസ്, വാർത്തയുടെ ഒരു വീക്കിലി ആ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിലെ കുറെ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടുകൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അപ്പോൾ മൊബൈൽ അഡിക്ഷൻ കാര്യങ്ങള്, അപ്പൊ അത് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണം, അതിന്റെ റീസൺസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞ രീതിയിൽ തന്നെ എൻ്റെതായിട്ടുള്ള ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പറഞ്ഞു. പിന്നെ നമ്മുടെ അധ്യാപകർ തന്നെയാണല്ലോ കുട്ടികൾക്ക് ഇങ്ങനെ വാട്സപ്പിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അപ്പൊ നമ്മൾ തന്നെയാണോ അതിന് റീസൺ ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതുപോലെ തന്നെ ഫോൺ യൂസ് ചെയ്യുന്നതും കുട്ടികൾക്ക് നല്ലതും ചെയ്തതും മനസ്സിലാക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത് എന്നുള്ള രൂപത്തിൽ ഞാൻ ആൻസർ ചെയ്തു. പിന്നെ ആ സാറ് മറ്റേ സാറിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ സാറ് ചോദിച്ചത്, ഇന്ന് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഒന്നും ലഭിക്കുന്നില്ലല്ലോ, അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ്, നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ അതും ആൻസർ ചെയ്തു. പിന്നീട് ചോദിച്ചത് പരീക്ഷനെ കുറിച്ചിട്ടായിരുന്നു. അതും ഒക്കെ ഞാൻ പറയുന്ന ആൻസറിന് കണക്ട് ചെയ്താണ് ക്വസ്റ്റ്യൻസ് പോയത്. ഞാൻ ഇപ്പൊ പറയുമ്പോൾ ചിലപ്പോൾ കണക്ഷൻ തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പോ പിന്നീട് പരീക്ഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. പരീക്ഷ കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതും ഇന്ന് നിരന്തരവും സമഗ്രമായ മൂല്യനിർണ്ണയമാണെന്നും, അപ്പോ പക്ഷെ 10ാം ക്ലാസ്സിലൊക്കെ ആദ്യമായിട്ട് ഒരു ബോർഡ് എക്സാം അവർ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിന്ന് കുട്ടികളിൽ കുറച്ച് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ്, അപ്പൊ ഇന്നത്തെ രക്ഷിതാക്കളുടെ അധ്യാപകരും ഓവറായിട്ട് അതിൽ കുട്ടികളിൽ ഫോഴ്സ് ചെയ്യുന്ന കാര്യം അങ്ങനെ വെച്ചിട്ട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആ കഴിവില്ലെങ്കിൽ കുട്ടികൾക്ക് വേറൊരു കഴിവുണ്ടാവും എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്ത് കഴിവാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് പതറിപ്പോയി. അത് പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ മറ്റേ സാറ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അധ്യാപകന് ഏറ്റവും വേണ്ട കഴിവ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നമ്മള് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു നല്ല മെന്റർ ആവണം എന്ന രൂപത്തിൽ പറഞ്ഞു. അപ്പൊ മെന്ററിങ് എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ അത് ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൈറ്റിന്റെ മെന്ററിങ്ങിന് സഹായിക്കുന്ന പോർട്ടലിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ അറിയാവുന്നതുകൊണ്ട് സഹിതം അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇല്ലാന്ന് തന്നെ പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഇത്തരത്തിലുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ സഹായിക്കുന്ന പോർട്ടൽസ് ഏതൊക്കെയാന്ന് ചോദിച്ചു. അപ്പൊ അതും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചിട്ട് പോയെങ്കിലും അപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
പിന്നെ അവസാനമായിട്ട് എന്നോടൊരു ആംഗ്യപ്പാട്ട് പാടാൻ പറഞ്ഞു. അതും കൂടെ പാടിയിട്ട് തിരിച്ചു പോന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു രൂപത്തിൽ അറ്റൻഡ് ചെയ്തു. പിന്നെ എല്ലാതും ക്ലാസ് കണ്ടതുകൊണ്ട് അതിനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും അത് കണ്ടുകൊണ്ടുള്ള അതിനുള്ള പോയിന്റ്സ് എടുത്തുകൊണ്ട് ഇന്റേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റി. എന്തായാലും ഇതിന് ചേർന്നിട്ടില്ലെങ്കിൽ ഇത്ര നന്നായിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ടീച്ചറും ബിൻസിന ടീച്ചറും ഒക്കെ ഞാൻ ഡെയിലി ബിൻസിന ടീച്ചറോടൊക്കെ ഞാൻ എപ്പോഴും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ആ ഒരു കോൺഫിഡൻസിൽ പോകാൻ പറ്റിയത് തന്നെ ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ചോദ്യങ്ങൾ വിരളമാണ്. എല്ലാം നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള ഏരിയകൾ തന്നെയാണ്. അപ്പൊ ലഹരിയുടെ കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ റാഗിങ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നമ്മൾ ഷഹബാസിന്റെ കാര്യമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചോദ്യവും നമ്മൾ പറയുന്നത് പോലെ വരില്ല, പക്ഷെ കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് അതിന് കഴിയണം, ആ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് അത് പറയാൻ കഴിയണം, കണക്ട് ചെയ്ത് പറയാൻ കഴിയണം. ഇപ്പോ റിൻഷി ടീച്ചർ പറഞ്ഞു ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ പറ്റില്ല എന്ന്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള കഴിവാണ്. ഇവിടെ നമ്മൾ ആ വേദിയിൽ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ആ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയതും വളരെ ഭാഗ്യമാണ്. എല്ലാവർക്കും ഒന്നും കിട്ടാത്ത ഒരു അവസരമാണ്. കിട്ടിയ ചോദ്യങ്ങളെല്ലാം തന്നെ അറിയുന്ന തരത്തിലേക്ക് പോയത്, അല്ലെങ്കിൽ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ചിലയിടങ്ങളിലൊന്നും ഇത്തരം ഭാഗ്യം കിട്ടിയിട്ടില്ല. ചിലര് ബയോഡേറ്റ നമ്മൾ എത്ര നന്നായി തയ്യാറാക്കിയിട്ടും അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ടീച്ചറിനും ചോദിച്ചില്ല, പക്ഷെ ചോദിച്ചതൊക്കെ അറിയുന്ന രീതിയിലേക്ക് നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ നമ്മുടെ ഭാഗ്യം, ടീച്ചിങ് ആസ്പിരൻസിന്റെയും റിൻഷി ടീച്ചറിന്റെയും ഒക്കെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരുപാട് സന്തോഷം. സാധാരണ ഇങ്ങനെ നമ്മള് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് പോയി, അത് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുമ്പോഴും ഓടി വന്ന എക്സ്പീരിയൻസ് പറയാനൊക്കെ ശ്രമിച്ചതിന് തന്നെ ഒരു നന്ദിയും കൂടെ അറിയിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയാണ് ഇന്ന് വന്ന എല്ലാവരും. ഇന്ന് നമ്മൾ ഒത്തിരിയും ഗ്യാപ്പിന് ശേഷമാണ് എല്ലാവരുടെ എക്സ്പീരിയൻസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഒരു 5 പേര് റെഡി ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. റിൻഷ പിന്നെ UPയുടെ നന്നായി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ താങ്ക് യു. ഇനി വേണമെങ്കിൽ ലെഫ്റ്റ് ആവാം കേട്ടോ, വെറുതെ ടൈം കളയണമെന്നില്ല. എക്സ്പീരിയൻസ് കേൾക്കണമെങ്കിൽ കേൾക്കാം. ഓക്കെ, ഇനി ആര്യ ടീച്ചറെ. ഹലോ ടീച്ചറെ. ആ വീഡിയോ ഓൺ ചെയ്തോടാ. അയ്യോ സുന്ദരിയായിട്ടിരിപ്പുണ്ട്. ഇത്ര നാളായി കണ്ടിട്ട് അല്ലേ? അതെ 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 അതെ. ഓക്കെ, എന്നാൽ എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. ഇടുക്കിയാണ്. എക്സ്പീരിയൻസ് അതെ അതെ ഇടുക്കിയാണ്. പ്രതീക്ഷിച്ചിട്ട് പോയതൊന്നും ചോദിച്ചു. എത്രയൊക്കെ നന്നായിട്ട് നമ്മൾ ബയോഡേറ്റ ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോയതാ. അവര് ബയോഡേറ്റ നോക്കി, അത് നോക്കി, അത് കഴിഞ്ഞ് ആര്യ ഇരിക്കുന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞു താങ്ക് യു സാർ എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ആര്യ ആന്ന് വെച്ച് എവിടെയാ പഠിച്ചെന്ന് മാത്രം ചോദിച്ചു. ഞാൻ പറഞ്ഞ ഡയറ്റിലാണ്, കോളേജിന്റെ കാര്യം ചോദിച്ചു, അസംഷനിൽ പഠിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കാര്യം പറഞ്ഞു. ഡോൺ ബോസ്കോ സ്കൂൾ 3 മാസം. പിന്നെ അതങ്ങ് മടക്കി വെച്ച് വേറൊന്നും നോക്കിയില്ല. പിന്നെ നമുക്ക് എഴുത്തുകാരെ കുറിച്ച് പറയാന്ന് പറഞ്ഞു. അയ്യോ എഴുത്തുകാരോ ഈശ്വരാ, അത് സ്ത്രീ എഴുത്തുകാരെ കുറിച്ച് പറയാന്ന് വെച്ചു. എന്തെങ്കിലും പറ്റെന്ന് വെച്ച് ഞാൻ മനസ്സിലാക്കി ഓക്കെ എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ആദ്യം ചോദിച്ചത് മീര മാമിനെ കുറിച്ചായിരുന്നു ആദ്യം ചോദിച്ചത്. KR മീരയെ കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ആരാച്ച എന്ന കൃതി എഴുതിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമതൊരാളുടെ കുറിച്ച് ചോദിച്ചത് ന്യൂജൻ എഴുത്തുകാരിയായിരുന്നു. ഞാൻ പറഞ്ഞു സാർ എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു 2 സാറായിരുന്നു പാനൽ ഉണ്ടായിരുന്നത്. വേറൊരു സാർ ചോദിച്ചു ഫിസിക്സ് ആണല്ലേ എന്ന് ചോദിച്ചു. അതെ പറഞ്ഞു. അപ്പൊ ഒരു എക്സ്പെരിമെന്റ് പറയാൻ പറഞ്ഞു. അത് പേപ്പർ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്. ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചു. നമ്മളിപ്പോ ഗുരുത്വാകർഷണം പറയാൻ പറഞ്ഞു, അല്ലാതെ വേറെണ്ണം പറയാൻ പറഞ്ഞു. പിന്നെ ചീര കൊണ്ട് നമുക്ക് ഹരിതകത്തിന്റെ കാര്യം അത് പറയാൻ പറഞ്ഞു, വേറെണ്ണം പറയാൻ പറഞ്ഞു. പിന്നെ ആ സാർ ഇങ്ങോട്ട് പറഞ്ഞു ഇപ്പം 2 പേപ്പർ തമ്മിൽ നമ്മൾ ഊതുമ്പോ എന്നാ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു അടുക്കുന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചോദിച്ചില്ല. പിന്നെ വന്നതെല്ലാം 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാണ് ദ്രൗപദി മുർമു? ഞാൻ പറഞ്ഞു നമ്മുടെ പ്രസിഡന്റ്. ഓക്കെ. ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ? ഞാൻ പറഞ്ഞു ഗവർണർ. ഓക്കെ. പിന്നെ ചോദിച്ചു ആർ ബിന്ദു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി.
ഓക്കെ, ഇത്ര ഉള്ളായിരുന്നു. തീർന്നു, അവിടെ തീർന്നു എന്റെ ഇന്റർവ്യൂ. ഇതിനകത്തും നമ്മള് രാഷ്ട്രപതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഗവർണർ മാറിയപ്പോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ന്യൂസ് നമ്മൾ കൃത്യമായിട്ട് എഴുതി. അപ്പൊ ഇതൊക്കെ കൊണ്ട് ആര്യ ടീച്ചറിനോട് ചോദിച്ചു. അതുപോലെ മോക്ക് ഇന്റർവ്യൂവിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, പരീക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ഫിസിക്സ് ഒക്കെ പോണേ എന്ന് പറഞ്ഞു. എന്ത് തോന്നുന്നു? കുഴപ്പമില്ലായിരുന്നു ടീച്ചർ. ഇന്റർവ്യൂ വലിയ പാടൊന്നുമായിട്ട് തോന്നിയില്ല, ഈസി ആയിട്ട് പോയിട്ട് വന്നു. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, എന്നിൽ തന്നെ ഒരു വിശ്വാസം എനിക്കുണ്ടായി. എല്ലാം ടീച്ചിങ് എക്സ്പീരിയൻസിന്റെ ഒരു കഴിവ് തന്നെ, ടീച്ചറിന്റെ കഴിവ്. പിന്നെ ബിൻസിനെ ടീച്ചറിനെ എടുത്ത് പറയേണ്ട ഒരാളാണ്. എന്റെ എപ്പോഴും നമുക്കൊരു മെന്ററായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. രണ്ടുപേരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ടീച്ചറും അമൃത ടീച്ചറും ഒക്കെ ഉണ്ട്. അവര് പിന്നെ എന്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ നിൽക്കുന്നവരാണ്. അപ്പൊ അമൃതയാണെ കുഞ്ഞൊക്കെ ഉണ്ട്, ചെറിയ കുഞ്ഞൊക്കെയാണ്. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴെല്ലാം വോയിസ് ഇടുന്നു. ബിൻസിനി ടീച്ചറിനെ പിന്നെ ഫുൾ ടൈം ആയിട്ട് ഞാനിങ്ങനെ എടുത്തേക്കാണ്. അപ്പൊ അത് ചിലപ്പോ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടാലും ചിലരുടെ കാര്യം ഞാൻ പറയും, ടീച്ചറെ ഇന്നാളെന്ന് നോക്കണേ, ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ശരിയാക്കി തരാം ടീച്ചറെ, കുഴപ്പമില്ല എന്ന് പറയാം. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ ഒരാളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നിസ്വാർത്ഥമായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ പിന്നെ ആര്യ ടീച്ചറെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം. ഇന്ന് ഞാനും ബിൻസിനി ടീച്ചറും ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് പറയുമായിരുന്നു. അപ്പൊ ഇന്നും പറഞ്ഞു, ടീച്ചറെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, വന്ന ആളല്ല ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പൊ അതില് ഒരുപാട് സന്തോഷം. പിന്നെ ചോദ്യങ്ങള് ആര്യ ടീച്ചർ കഷ്ടപ്പെട്ടതിന്റെ പോലുള്ള ചോദ്യങ്ങൾ വന്നില്ല ടീച്ചറിന്. അതെ അതെ, ടീച്ചർ ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നവര് കുറവാണ്. അപ്പൊ അങ്ങനെ എഫേർട്ട് എടുത്ത ആളാണ്. പക്ഷെ അതൊന്നും നഷ്ടമാവുന്നില്ല, ഒരു നഷ്ടവും ഇല്ല. ഇന്റർവ്യൂ അതെ, ചോദിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം അവരുടെ കയ്യിലാണ് അല്ലെ, എല്ലാം പറഞ്ഞു, ഒന്നും പറയാതെയൊന്നുമില്ല. പിന്നെ അതിനകത്ത് ആ റൈറ്റർ മാത്രമേ ഉള്ളൂ, അത് സാരമില്ല എന്ന് അവര് തന്നെ പറയുകയും ചെയ്തു. എല്ലാവരും ബയോഡേറ്റയിൽ പോലും നമ്മള് വായനയെ കുറിച്ച് ഒന്നും വെച്ചിരുന്നതുമില്ല. അതെ, അതുകൊണ്ട് ടെൻഷൻ ആവാനൊന്നും യാതൊന്നും ഇല്ല. ഇനി ഇടുക്കിയെ സംബന്ധിച്ചുള്ള പ്രശ്നം ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇവരെങ്ങനെ ആളുകളെ അനലൈസ് ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടാതിരിക്കുക. കാര്യം നമ്മള് ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഞങ്ങൾക്ക് വന്ന പാനലായിരുന്നു കുറച്ച് ഈസി ആയിട്ട് പറഞ്ഞത്. ചോദ്യങ്ങൾ നിലവാരത്തിലാവട്ടെ. ഒരുപക്ഷെ എല്ലായിടത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അവരും അറിഞ്ഞിട്ടുണ്ടാവണം. ഇങ്ങനെ കുട്ടികളുടെ പരാതികളൊക്കെ അവരും അറിയും. അപ്പം എന്തായാലും അങ്ങനെ തന്നെ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വരട്ടെ, എങ്കിലല്ലേ അർഹതപ്പെട്ടവർക്ക് മുന്നിലേക്ക് വരാൻ പറ്റൂ. അതാണ്. അപ്പൊ സന്തോഷം ടീച്ചറെ, കുഞ്ഞിനെ കേട്ടിട്ട് കുറച്ച് സമയം അത് പെട്ടെന്ന് വന്ന്. ഞാൻ ഈ മെസ്സേജ് ഇടുമ്പോഴേ ചിലരെയൊക്കെ നമുക്കറിയാം ഇന്ന ആളെന്തായാലും വരുമെന്ന്, അറ്റൻഡ് ചെയ്യുമെന്ന്. അപ്പൊ അങ്ങനെ അതിലൊരാളായിരുന്നു ആര്യ ടീച്ചർ. ഒരുപാട് സന്തോഷം. സ്വപ്നങ്ങളെല്ലാം കീഴടക്കാൻ പറ്റട്ടെ. ഓക്കേടാ, ഓക്കെ. ഇനി ജിഷ ടീച്ചറെ. ടീച്ചറെ വീഡിയോ ഓൺ ചെയ്തോണേ. ഓക്കേ, പറഞ്ഞോളൂ. പിന്നെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം ചെന്നപ്പോഴേ അവര് വെൽക്കം ചെയ്തു. ഡോറ് ഈ ടൈറ്റുള്ള ഡോറായിരുന്നു. മെല്ലെ ഇങ്ങനെ അടച്ച് അവിടെ ഇത്തിരി ടൈം എടുത്തു. കാരണം വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവായിരുന്നു. ഓക്കെ, മെല്ലെ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് അടയ്ക്കുമ്പോഴത്തേനും ജിഷ വരൂ. അപ്പൊ ചെന്നു. പിന്നെ മെല്ലെ ഇങ്ങനെ ചെന്ന് ഫയലൊക്കെ പിടിച്ച് നിന്നപ്പോഴത്തേനും ഫയൽ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇരിക്കൂ പറഞ്ഞു. അപ്പൊ ഇരുന്നു, താങ്ക്സ് പറഞ്ഞു. അപ്പോ ഈ പാനലിൽ നമുക്ക് 3 പേര് ഒരുപോലെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു ടേബിളിന്റെ 3 സൈഡിലാണ് 3 പേരും ഇരിക്കുന്നത്. സൈഡിൽ ഇങ്ങനെ അടുത്തടുത്തായിരുന്നില്ല. അപ്പൊ ക്വസ്റ്റ്യൻ തുടങ്ങി. പിന്നെ പേര് ജിഷാലെ, ഇപ്പൊ പഠിച്ചതൊക്കെ മലപ്പുറത്താണല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതേ, മലപ്പുറത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ അപ്പോ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതാണോ ചോദിച്ചു. അപ്പൊ അതെ, കല്യാണം കഴിഞ്ഞ് വന്നതാണ് പറഞ്ഞു. അപ്പോ അങ്ങനെ അതുമായിട്ട് അത്രേ ചോദിച്ചുള്ളൂ. പിന്നെ ടീച്ചർ ലെഫ്റ്റ് സൈഡിലെ ടീച്ചറായിരുന്നു. പിന്നെ ടീച്ചർക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്തോളൂ പറഞ്ഞു. അപ്പോ നമ്മൾ ELTP എന്താന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം പറഞ്ഞു. ഒരു കേസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം. അപ്പൊ ശരി പറഞ്ഞ് ഞാൻ ഓരോന്നും എക്സ്പീരിയൻസ് എങ്ങനെ കുട്ടിക്ക് കൊടുക്കണം, അത് കഴിഞ്ഞ് ലാംഗ്വേജ് എങ്ങനെ, അങ്ങനെ ഒരു 3 പിക്ചർ വരെ എത്തിയപ്പോഴത്തേനും ടീച്ചർ പറഞ്ഞു മതി, ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞു പിന്നെ എന്റെ ബയോഡേറ്റിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് 2022-23 ആ ഇയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോ അന്നൊക്കെ ഈ അന്ന് അതിന്റെ മുൻപൊക്കെ ആയിട്ടാ തോന്നുന്നു ഗണിത കിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഗണിത കിറ്റിൽ എന്തൊക്കെ വസ്തുക്കൾ ഉൾപ്പെടുന്നു ചോദിച്ചു. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് കൂടുതൽ അറിയില്ലായിരുന്നു. ഈ അബാക്കസും ഗുപ്ത സ്ട്രിപ്പ് അങ്ങനത്തെ കുറച്ചേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അറിയണത് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു ഇത്രേ ഉള്ളൂ ചോദിച്ചു. അപ്പൊ ടീച്ചറെ എനിക്ക് ഇത് ഇത്രേ അറിയുള്ളൂ, ബാക്കി എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. ഓക്കെ ശരി പറഞ്ഞു. അങ്ങനെ അതായി. പിന്നെ മെല്ലെ ടീച്ചർ സാർക്ക് കൈമാറി, നടുങ്ങിയിരിക്കുന്ന സാർക്ക് കൈമാറി. അപ്പൊ സാറ് ഹോബി എഴുതിയിരിക്കുന്നത് പറഞ്ഞല്ലോ, കുറച്ചൊക്കെ തയ്ക്കുന്ന എഴുതിയിരിക്കുന്നത്, സ്വന്തം ആവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ തയ്ക്കുന്നതാണ് എഴുതിയത്. അത് സാർ എടുത്ത് വായിച്ചു. അപ്പൊ നമ്മൾ അതെ അങ്ങനെയാണ്. ശരി, എന്നാ ഒരു ചുരിദാർ തയ്ക്കാൻ എത്ര മീറ്റർ തുണി വരും ചോദിച്ചു. അപ്പൊ കൊണ്ട് 2.5 മീറ്റർ തുണി വരും. 2.5 മീറ്റർ തുണി കൊണ്ട് ഒരു ചുരിദാർ തയ്ക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചുരിദാറിന്റെ ഐറ്റംസ് ഇങ്ങനെ അനുസരിച്ചിരിക്കും. കാരണം ഇപ്പൊ നോർമൽ ഒരു ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ ഒരു 2.5 മീറ്റർ തുണി കൊണ്ട് നമുക്ക് ടോപ്പ് തയ്ക്കാൻ പറ്റും. ഇനി കുറച്ച് ഫ്ലൈഡ് ആയിട്ടുള്ള കുറച്ച് അനാർക്കലി പോലെയുള്ള ടൈപ്പ് ആണെങ്കിൽ അതൊരു 3 മീറ്റർ ഒക്കെ എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തയ്ക്കാലേ ചോദിച്ചു. മറ്റേ ടീച്ചറെ കൊണ്ട് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു അതെ അതെ സാർ, കാരണം സ്ത്രീകൾക്ക് അറിയൂല്ലോ, സാറിന് കാര്യമായിട്ട് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ സാറ് ടീച്ചറോട് ചോദിക്കുക. അപ്പൊ ടീച്ചർ പറഞ്ഞു അതെ ശരിയാണ് സാറേ പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ തുണിയുടെ ലെങ്ത് എത്ര വരും ചോദിച്ചു. അതായത് മീറ്റർ തുണിയുടെ അല്ല, നമ്മൾ എടുക്കുന്ന തുണിയുടെ ലെങ്ത് എത്ര വരും ചോദിച്ചു. അപ്പൊ 1 മീറ്റർ വരും പറഞ്ഞു. 1 മീറ്റർ കറക്റ്റ് ആണ് വരും. അപ്പൊ നമുക്ക് അങ്ങനെ അത് ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അത് തുണിക്ക് അനുസരിച്ചിരിക്കും സാർ. ചിലപ്പോ 1 മീറ്റർ 1.5 മീറ്റർ 1.25 മീറ്റർ ഒക്കെ വരും. ഓരോ തുണിയുടെ ഒരു ഇതനുസരിച്ചാണ് അത് ഇരിക്കുക പറഞ്ഞു. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് മറുപടി പറയാൻ പറ്റില്ലല്ലോ ചോദിച്ചു. അപ്പൊ ഇല്ല സാർ, അത് ഡിപ്പെൻസ്, തുണിത്തരങ്ങളുടെ അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ പാനലൊക്കെ ഒന്ന് ചിരിച്ചു. കുറച്ച് ഇതായിട്ട് നല്ല കൂളായിരുന്നു പാനലൊക്കെ. നമുക്ക് ഫ്രീ ആയിട്ട് ആൻസർ ഒക്കെ പറയാൻ പറ്റിയതായിരുന്നു. കയറുന്നവരെ നല്ല പ്രഷറായിരുന്നു. കയ്യും കാലൊക്കെ നല്ല ഇങ്ങനെ എന്താ പറയാ, ഹീറ്റ് എതിയേ പോയെന്ന് അറിയില്ല. കൈയിന്റെ ഉള്ളിൽ കാലിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഹീറ്റ് പോവായിരുന്നു. പിന്നെ വിളിച്ചിരുന്ന് അവര് ഒന്ന് കുറച്ചു നേരം സംസാരിച്ചപ്പോ കൂളായി. പിന്നെ സാറ് അങ്ങനെ നിർത്തി. ഓക്കെ പറഞ്ഞിട്ട് പിന്നെ 3-മത്തെ ആൾക്ക് കൈമാറി. അപ്പൊ 3-മത്തെ ആള് എന്നോട് ചോദിച്ചു, ഇപ്പൊ സ്കൂളിലൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ സ്കൂളില് കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞ പോലെ ഈ കീറാമുട്ടി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലോ മാത്സ്. അപ്പൊ മാത്സ് കുട്ടികളെ എങ്ങനെ രസകരമായി പഠിപ്പിക്കാം, ടീച്ചർ എങ്ങനെ പഠിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കഥകളിലൂടെയും കവിതകളിലൂടെയും പഠിപ്പിക്കാം. പിന്നെ നമ്മുടെ IT സാധ്യത ഉപയോഗിക്കാൻ പറ്റും, വാതിൽപ്പുറ പഠനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരെന്നോട് പാട്ടൊന്നും പാടാൻ പറഞ്ഞില്ല. അപ്പൊ ഞാനൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുക പാട്ടിലൂടെയും കഥയിലൂടെയും ഒക്കെ പഠിപ്പിക്കാനാണ് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ഞാനൊരു സങ്കലനം പഠിപ്പിക്കുകയാണ്. അപ്പൊ പഠിപ്പിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് ഒരു പാട്ട് ഞാൻ അങ്ങോട്ട് പാടി കൊടുത്തു അവർക്ക്. അപ്പോ അപ്പൊ പാട്ട് പാടി കൊടുത്തിട്ട് പിന്നെ വ്യവകരണം പിന്നെ പാട്ട് ഞാൻ പാടാൻ നിന്നില്ല. ഇനിയിപ്പോ അവരെ കൂടുതൽ ബോറടിപ്പിക്കേണ്ട പറഞ്ഞിട്ട് പറഞ്ഞോ. അതിന് മുൻപ് എന്നോട് മാത്സ് ആണല്ലോ മെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒരു വ്യക്തിയെ കുറിച്ച് ചോദിച്ചു, ഒരു പേഴ്സണെ കുറിച്ച് ചോദിച്ചു. പക്ഷെ ആ പേഴ്സൺ എനിക്ക് അറിയില്ലായിരുന്നു. ആ പേഴ്സന്റെ ഒരു പേര് പോലും എനിക്ക് അറിയാത്തൊരു പേരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ, അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കവിതയോട് കൂടി ഒരു ഇന്റർവ്യൂ അവസാനിപ്പിച്ചു. ഓക്കെ ശരി ജിഷ, ഇന്റർവ്യൂ കഴിഞ്ഞു പറഞ്ഞു. അപ്പൊ
അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് ഒരു മറ്റേ ഇതിൽ ചോദിച്ചു, സാറേ കഴിഞ്ഞോ, ഇന്റർവ്യൂ കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ ഞാൻ ശരി സാർ, താങ്ക് യു. 3 പേരോടും താങ്ക് യു പറഞ്ഞു. ഇതിലെന്താന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 3 പേരെ ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് ചായ വരും, പിന്നെ ഈ ലെഫ്റ്റിലുള്ള ഈ 2 പേരെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവര് ഇരിപ്പ് അങ്ങനെയാണ്, ഒരു റാ ഷേപ്പില് അല്ല, ഇങ്ങനെ 3 പേരും 3 കോർണറിലാണായിരിക്കും. അത് അങ്ങനെ തന്നെയാ ഇരിക്കാറ്. മിക്കയിടത്തും എല്ലായിടത്തും അങ്ങനെ തന്നെയാ. അപ്പൊ നമ്മള് ഇപ്പൊ നേരെ ഇരിക്കുന്ന ആളാണ് ചോദിക്കുന്നതെങ്കിൽ അയാളെ നോക്കി നമ്മൾ ഉത്തരം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ അവരെ ഇങ്ങനെ നോക്കുക, അത്രേ ഉള്ളൂ. അത്രേ പറ്റൂ. ഇങ്ങനെ 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 നോക്കണം. അതാ ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ആക്കരുത്, നമ്മളിങ്ങനെ പതിയെ ഇങ്ങനെ നോക്കി ഒന്ന് ഐ കോണ്ടാക്ട്, അത്ര മതി. ഇവര് പറയുമ്പോ ഇവര് ഫോക്കസ് ചെയ്ത് ആൻസർ പറയുന്നു, പക്ഷെ ലാസ്റ്റ് കഴിയാൻ നേരത്ത് 2 പേരെ ഒന്ന് ജസ്റ്റ് നോക്കുന്നു, അത്രേ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, അതൊന്നും സാരമില്ല. അതൊന്നും നന്നായി അറ്റൻഡ് ചെയ്തില്ലേ? ജിഷ ടീച്ചറിന് എന്ത് തോന്നുന്നു? നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. അവര് മറ്റേ നന്നായിട്ട് തന്നെ ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോണ്ട് ചെയ്ത് നന്നായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ എനിക്ക് അറിയാത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നോട് ചോദിച്ചത് ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചു ചോദിച്ചു. അപ്പൊ വായിച്ചു പറഞ്ഞു. ഇന്നലത്തെ വായിച്ചു ചോദിച്ചു, അത് വായിച്ചു പറഞ്ഞു. മിഞ്ഞാന്നത്തെ വായിച്ചു ചോദിച്ചു, വായിച്ചു പറഞ്ഞു. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പിന്നെ ആറ്റിങ്ങൽ പൊങ്കാലയുടെ ന്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ മണ്ണാർക്കാട് വേലയാണ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ മെയിൻ ആയിട്ട് അന്ന് ഹെഡിങ് ഉണ്ടായിരുന്ന ഒരു ഭിന്നശേഷി കുട്ടി, അവന് 90% കാഴ്ചശക്തി പോയൊരു കുട്ടിയാണ്. അവന് പക്ഷെ കഥകളും കവിതയും ഇതൊക്കെ നന്നായിട്ട് എഴുതാനും അവന്റേതായ രീതിയിൽ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള ഒരു കുട്ടിയാണ്. അതിന്റെ പേരിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അതിനെ അപ്രീഷിയേറ്റ് ചെയ്തതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഹെഡ്ലൈനും കാര്യങ്ങളും. ആ കുട്ടിയുടെ ടീച്ചർ എന്ന് പറയുന്നത് എന്റെ കൂടെ വർക്ക് ചെയ്ത എന്റെ ഒരു സഹപാഠിയാണ്, ടീച്ചറാണ്. പറഞ്ഞ ടീച്ചറാണ് അവന്റെ ടീച്ചർ. അപ്പോ അതാണ് കൈമാറി ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ ഉണ്ടാവാൻ കാരണം. അപ്പൊ ആ ഒരു ന്യൂസ് പറഞ്ഞു. അപ്പൊ ഓക്കെ കൂടുതൽ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്റെ കഴിഞ്ഞിട്ടും എന്റെ മുൻപേ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ ചോദിച്ചുള്ളൂ. എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഈസി ആയിട്ടൊക്കെ സംസാരിച്ചു, അറ്റൻഡ് ചെയ്തു, ഇത്രയേ ഉള്ളൂ ടീച്ചർ. ജിഷ ടീച്ചറെ, നമ്മുടെ അടുത്തേക്ക് വന്നത് കൊണ്ട് ഗുണമുണ്ടായോ? ഒരുപാട്. എന്താ വെച്ചാൽ ഈ ഫേസ് ടു ഫേസ് അവർ സംസാരിക്കാനുള്ള ഗഡ്സ് എനിക്ക് കിട്ടിയത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. കാരണം അല്ലാണ്ട് ഇരിക്കുമ്പോ നമ്മൾ അവര് ചോദിക്കുമ്പോ നമ്മള് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അല്ലാണ്ട് അവര് ചോദിച്ച മറുപടിക്ക് പക്കയായിട്ട് അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കാൻ ചിലപ്പോ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം അത് നമ്മൾ എത്തുമ്പോഴത്തേനും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവര് എന്ത് ചോദിച്ചോ അത് അതുപോലെ മറുപടി പറയാന് നമുക്ക് ഇവിടുന്നാണ് പറ്റിയത്. പിന്നെ അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്നുള്ളൊരു ന്യൂട്രൽ ലെവൽ ഉണ്ടല്ലോ, ആ ലെവല് കിട്ടിയത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ഇടുമ്പോഴാണ് ആ ഒരു കഴിവ് വന്നത്. എസ്പെഷ്യലി നമ്മൾ എന്ത് പറയണം എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് പറയാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് ഇവിടെ നിന്നാ വന്നത്. നമ്മൾ വായിൽ വരുന്നത് എല്ലാം പറയാൻ പറ്റില്ലല്ലോ, അത് നല്ലൊരു രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണമല്ലോ. ഇപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ലാംഗ്വേജിലല്ലാതെ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടല്ലോ, എല്ലാവർക്കും എന്താ പറയാ അറിയാൻ പറ്റിയ ലാംഗ്വേജ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ലാംഗ്വേജ്, അതിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മളൊന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അത് നന്നായിട്ട് പരിചയം വേണം. ഇപ്പൊ ഈ ന്യൂസ് റീഡേഴ്സ് ഒക്കെ അവര് വീട്ടിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലല്ലോ ന്യൂസ് റീഡ് ചെയ്യാൻ വരുമ്പോ. അതുപോലെ അതിനൊക്കെ പറ്റിയത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എനിക്ക് ആ ഒരു കഴിവ് വന്നത്. അല്ലെങ്കിൽ എന്റെ ലോക്കൽ ലാംഗ്വേജ് എന്റെ ഭാഷയിൽ വരുമായിരുന്നു. ഇപ്പൊ ഒരു സഭയിൽ ഇപ്പൊ ഒരു മുതിർന്ന വ്യക്തികൾ പല മേഖലയിലും വർക്ക് ചെയ്ത ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ലെവലിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിലും ഒരു കുറച്ചെങ്കിലും അവരുടെ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തണമല്ലോ. ആ ഒരു ഇത് ലെവലിൽ കീപ്പ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും
ആദ്യമൊക്കെ നമ്മളെ ലോക്കൽ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. കുറെ ഗ്യാപ്പ്. പിന്നെ പിന്നെയാണ് ഒന്ന് ഫ്ലുവന്റ് ആയി സംസാരിക്കും. കാരണം എന്ത് പറയുമെന്ന് നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ചിന്തിച്ച് അടുത്തത് പറയണം. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഉണ്ടായത്. അത് ഇന്റർവ്യൂവിന് ഒരുപാട് പോസിറ്റീവായിട്ട് എനിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ജിഷ് ടീച്ചറെ. ഓരോരുത്തരുടെയും മാറ്റം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മാറ്റങ്ങൾ എനിക്ക് ഒരു നിങ്ങളുടെ മെന്റർ എന്ന നിലയിൽ മനസ്സിലാക്കാനും അതുപോലെ അത് നിങ്ങളെപ്പോലെ ഞാനും ആസ്വദിക്കുകയാണ്. കാര്യം ആദ്യം എൻ്റെ അടുത്ത് വന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത് ഞാനിങ്ങനെ അത് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ജിഷ് ടീച്ചർ വളരെ ഹാപ്പി ആയിട്ട് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ ഒരാളെ കാണാനാണ് നമ്മളും ആഗ്രഹിച്ചത്. അപ്പോ എനിക്ക് തോന്നുന്നു ഇനി ഈ ടീച്ചറിനെ നമ്മള് മാറ്റിവെച്ച എല്ലാ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാവും അന്ന് എന്നെ അറിയിക്കണം കേട്ടോ. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവും. പിന്നെ അത് കൈവിടാതെ ആ ഒരു വലിയൊരു ഡ്രീം ഉണ്ടല്ലോ, ആ ഡ്രീമിനെ കൈവിടാതെ അതിനെ നന്നായി ആഗ്രഹിച്ച് മനസ്സിലിങ്ങനെ താലോലിച്ച് വെച്ചാൽ മാത്രം പോരാ, നല്ല ശ്രമത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, യൂട്യൂബും ചാനലുകളും ഒക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ ടീച്ചറിന്റെ പാഷനെയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കത് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് നടക്കുമ്പോ എന്നെ ഓർക്കുക, എന്നെയും കൂടി അറിയിക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു അധ്യാപികയാണ്, നന്നായി ഇരിക്കട്ടെ. കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ മുന്നിലിരിക്കുന്ന മക്കളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ടീച്ചറാണ്. ടീച്ചറിനെ പിന്നെ എന്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന് ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും വേഗം സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ. ഒപ്പം ടീച്ചറിന്റെ ആ വലിയ സ്വപ്നങ്ങളും അതും കൂടി യാഥാർത്ഥ്യമാകട്ടെ. അപ്പോഴത്തേക്ക് അറിയിക്കുക കേട്ടോ. ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവണം. എന്റെ വിളിപ്പുറത്ത് നിങ്ങൾ എല്ലാവരും വേണം. നിങ്ങളെ പെട്ടെന്ന് അങ്ങനെ കളഞ്ഞിട്ട് പോവാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമുക്കായിട്ടൊരു ഗ്രൂപ്പ്. ഓക്കെ, ഒരുപാട് സന്തോഷം. ശരി, ഓക്കെ. റുക്സാന ടീച്ചറെ വീഡിയോ ഓൺ ചെയ്തു. ആ ടീച്ചറെ ഞാന് അനുഭവം പറയാൻ വന്നതല്ലേ, ടീച്ചറൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇപ്പോ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല. ആണോ? ഒരുപാട് സന്തോഷം. എവിടെയാണ്? വീട്ടിൽ തന്നെയാണ്. അതെ അല്ലേ. അപ്പം എന്നാ പറ്റുന്നേന്ന് വെച്ചാല് പറയണേ കേട്ടോ. ഓക്കെ. അഞ്ജലി ടീച്ചർ ലെഫ്റ്റ് ആയോ? റുക്സാന ടീച്ചറെ ഇന്റർവ്യൂ നന്നായി പോയല്ലോ അല്ലേ? നന്നായി ചെയ്തു. നന്നായി ചെയ്തപ്പോ അയ്യോ, അഞ്ജലി ടീച്ചറിന്റെ നെറ്റ് കഴിഞ്ഞു എന്നാണ് മെസ്സേജ് അയച്ചത്. ആള് കേറിയത് ലേറ്റ് ആയിപ്പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. റുക്സാന ടീച്ചറെ കേറിയതിൽ സന്തോഷം. കാണാനായിട്ട് കേറി എന്ന് പറഞ്ഞപ്പോ അത് അതിലേറെ സന്തോഷം. അപ്പൊ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നേ? ടീച്ചറെ മുഖവും ആ വോയിസും. കുറച്ച് ദിവസം ഞാൻ ഉള്ളെങ്കിലും എന്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ടീച്ചർക്കുണ്ട്. ഒരുപാട് സന്തോഷം ടീച്ചറെ. നിങ്ങളെയൊക്കെ കുറച്ച് സമയം കിട്ടിയുള്ളൂ എന്നുള്ളത് എന്റെ ഒരു വിഷമമാണ്. ടീച്ചറെ ഓക്കെ ആവുന്ന ഒരു ദിവസം പറയൂ, ഇതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യണം. ഓക്കെ. മക്കള് ചെറുതായതുകൊണ്ട് നമുക്ക് ഫ്രീ ആയി സംസാരിക്കുമ്പോഴേ എല്ലാം നന്നായി പറയാൻ പറ്റുള്ളൂ. അതെ അതെ. അഞ്ജലി നെറ്റ് ഓക്കെ ആയോടാ? അഞ്ജലി കേക്കാമോ? അയ്യോ, അനങ്ങുന്നില്ല. അഞ്ജലി ടീച്ചറെ മ്യൂട്ടാണേ. നെറ്റ് ഇഷ്യൂ. മതി 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 ടീച്ചറെ, നെറ്റ് ഉള്ളപ്പോഴേ കയറിയാ മതി. നമുക്ക് ക്ലിയർ ആണ്. ഓക്കേടാ. ഓക്കെ ഓക്കെ. വിൻസെന്റ് ടീച്ചറെ
നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ, നമുക്ക് പിന്നെ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ, അതായത് അവരുടെ എക്സ്പീരിയൻസ് കുറെ പേരും കൂടെ വരാനുണ്ട്. വേണ്ട രീതിയിൽ നെറ്റ് ഒരു ഇഷ്യൂ ആണ്. അതെ അതെ. അപ്പൊ എന്നാലും കിട്ടുന്നത് എടുത്ത് നമുക്ക് വെക്കാലോ. അതെ, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആകട്ടെ, ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും, ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ എന്ന് കരുതി. അതെ, നമുക്ക് ഇതുവരെ പോയ ഒരു ടീച്ചേഴ്സിനും അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ മാർക്ക് അത് പിന്നുള്ള കാര്യം. പക്ഷെ ആർക്കും വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ആരും പറഞ്ഞില്ല. അതെ, ആത്മവിശ്വാസം ഉള്ളവരായിട്ട് പോയി ആത്മവിശ്വാസത്തോടെ മടങ്ങി വരിക, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതും. അതുപോലെ തന്നെ പോയി വരാൻ പറ്റി എല്ലാവർക്കും. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനിയുള്ളവരും കൂടി അങ്ങനെ പോയി വരട്ടെ. ഇനി UP ഉണ്ട്. ഏപ്രിലോട് കൂടി നമുക്ക് ഇതെല്ലാം അങ്ങ് അവസാനിപ്പിക്കണം. ഏപ്രില് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് ഇന്റർവ്യൂ. അതെ 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 അതെ. അപ്പൊ ശരി, കുഴപ്പമില്ല, ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാരും. അതെ, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പറയാൻ കുട്ടികളുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ടീച്ചിങ് ആസ്പിരൻസിൽ നടന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണ്. കേൾക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടട്ടെ. ഇതുപോലെ പ്രാക്ടീസ് ചെയ്തു പോവുക. ഒരു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യമില്ലാതെയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യാനാകും. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഇന്റർവ്യൂ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കും.